അശ്ലീലം പറഞ്ഞാൽ നിയമപരമായി നേരിടുമെന്ന നടി ഹണി റോസ് ക്രിയാത്മകവും സർഗാത്മകവുമായി വിമർശിക്കുന്നതിൽ എതിർപ്പില്ലെന്നും താരം പറയുന്നു. അതേസമയം നടിയെ പിന്തുണച്ച് താരസംഘടന അമ്മ രംഗത്തെത്തി. ഹണി റോസിന്റെ നിയമ പോരാട്ടങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് അമ്മ പറയുന്നത്. അതേസമയം അശ്ലീല പ്രയോഗങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് നടി ഹണി റോസ്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ, എന്താണ് മറ്റു വിവരങ്ങൾ? തനിക്കെതിരായി നടക്കുന്ന അധിക്ഷേപ പരാമർശങ്ങളിൽ ശക്തമായി തന്നെ മുന്നോട്ട് വീണ്ടും വ്യക്തമായി തന്നെ ഹണി റോസ് രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഹണി റോസ് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഇടുന്ന ആളുകൾക്കെല്ലാം എതിരെ തന്നെ നിയമ പോരാട്ടം തുടരും. സമാനമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾക്കെല്ലാം വേണ്ടിയാണ് തന്റെ ഈ നിയമ പോരാട്ടം എന്ന് വ്യക്തമാക്കിയിരുന്നു. അതുതന്നെയാണ് ഒരിക്കൽ കൂടി ശക്തമായ ഒരു നിയമ പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ യുദ്ധം തുടരുമെന്ന ഒരു യുദ്ധ പ്രഖ്യാപനം തന്നെയാണ് കൂടി ശക്തമായ ഒരു നിയമ പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ ഈ യുദ്ധം തുടരുമെന്ന ഒരു യുദ്ധ പ്രഖ്യാപനം തന്നെയാണ് അശ്ലീല പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്ന ആളുകൾക്കെതിരായ ഒരു യുദ്ധ പ്രഖ്യാപനം തന്നെയാണ് ഹണി റോസ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് താൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല എന്ന് ഹണി റോസ് പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമ സംഹിതകൾ സൃഷ്ടിക്കുമ്പോൾ താൻ അതിന് ഉത്തരവാദിയല്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുക എന്നത് തന്റെ ചുമതലയാണ്. വസ്ത്രധാരണത്തെക്കുറിച്ചോ തന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ തമാശ രൂപേണയുള്ള കാര്യങ്ങൾ അത് പറയുന്നതിൽ തന്നെ ഒരിക്കലും എതിരല്ല. എന്നാൽ ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിനെയാണ് എതിർക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏതറ്റം വരെയും നിയമ പോരാട്ടങ്ങൾ നടത്തുമെന്ന കാര്യങ്ങൾ പറയുന്നു. അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു തടയിടേണ്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഇനി ഒരാളിൽ നിന്നും ഉണ്ടാകരുത് എന്ന കാര്യം ചൂണ്ടിക്കുന്നു. അതിനാൽ തന്നെ വിമർശനങ്ങളിൽ അസഭ്യ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണങ്ങളും അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള നിയമ പോരാട്ടങ്ങളിൽ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഹണി റോസിന് എതിരായ അസഭ്യ പരാമർശങ്ങളിൽ താരസംഘടനയായ അമ്മ, ഹണി റോസ് താരസംഘടനയായ അമ്മയുടെ മുൻ ഭാരവാഹി കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി എല്ലാ തരത്തിലും ഒരു അമ്മയിലെ അംഗം എന്ന നിലയിലും അഭിനേത്രി എന്ന നിലയിലും ഹണി റോസിന് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ തങ്ങൾ ഒപ്പം നിൽക്കുന്നു എന്നാണ് അമ്മ സംഘടന അഡ്കോ കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല നിയമ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്യുന്നതായി അമ്മ സംഘടന വ്യക്തമാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിയമത്തിന്റെ പിൻബലം ആവശ്യമാണ് എങ്കിൽ, നിയമസഹായം ആവശ്യമാണ് എങ്കിൽ അത് നൽകാൻ അമ്മ സംഘടന തയ്യാറാണ് എന്ന കാര്യം കൂടി അമ്മയുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹണി റോസിന് താരസംഘടനയായ അമ്മയുടെ പൂർണ്ണ പിന്തുണ, നിയമകാര്യങ്ങളിൽ തുടർന്നുള്ള നിയമകാര്യങ്ങളിൽ ശക്തമായി തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനവും താരസംഘടന അമ്മ നടത്തുമ്പോൾ ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് താൻ പിന്നോട്ടില്ല. തന്നെ മോശമായ പരാമർശങ്ങൾ തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ തന്റെ പോസ്റ്റിന് താഴെ വന്ന് ഇത്തരത്തിൽ അശ്ലീല പരാമർശങ്ങൾ നടത്തിയതിൽ ഒരാളാണ് അറസ്റ്റിലായിട്ടുള്ളത്. 30ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവർക്കെല്ലാം എതിരെ അന്വേഷണം തുടരുകയാണ് എന്ന് കൊച്ചി DCP അടക്കം വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ അറസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു നിയമ പോരാട്ടം തുടരും. തനിക്കെതിരായ അശ്ലീല പരാമർശങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യം ഹണി റോസും വ്യക്തമാക്കുന്നത് പിന്തുണയുമായി താരസംഘടനയായ അമ്മ എത്തുകയും ചെയ്തിട്ടുള്ളത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.